എല്ലാവർക്കും നമസ്കാരം. ഒരു കഥാപുസ്തകത്തിലെ പുതിയൊരു അധ്യായം തുറക്കുന്നതുപോലെ 2026 ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ഒരു യാത്രയാണിത്. സത്യത്തിൽ ഫെബ്രുവരി വെറുമൊരു മാസമല്ല കേട്ടോ. ഈ വർഷത്തെ മൊത്തം ഗതിമാറ്റുന്ന കുറച്ച് കിടിലൻ സംഭവങ്ങൾക്ക് തുടക്കമിട്ട സമയമാണിത്. അപ്പോൾ ഈയൊരു വിശകലനത്തിലൂടെ ആ നാഴികക്കല്ലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒട്ടും വൈകിക്കാതെ തന്നെ നേരെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതായിരിക്കും. ശരിക്കും 2026 ഫെബ്രുവരിയെ ഇത്ര സ്പെഷ്യലാക്കുന്നത് എന്താണ്? എന്താ ഇതിൽ ഇത്ര കാര്യമല്ലേ? മത്സരപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ച് ഇത് വെറുമൊരു ഇൻഫർമേഷൻ ലിസ്റ്റ് അല്ല. പല മേഖലകളിലും നമ്മൾ കണ്ടത് വമ്പൻ മാറ്റങ്ങളാണ്. വരും നാളുകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഉഗ്രൻ വഴിത്തിരിവ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ സ്വന്തം കേരളത്തിലെ ചില പുതിയ മാറ്റങ്ങൾ, പിന്നെ ഇന്ത്യ ഒട്ടാകെയുള്ള ദേശീയ നേട്ടങ്ങൾ, അത് കഴിഞ്ഞ് കുറച്ച് ആഗോള വാർത്തകൾ, അവസാനം ഫെബ്രുവരിയിലെ ചില പ്രധാന ദിനങ്ങൾ, അതായത് നമ്മുടെ സ്വന്തം തൊടിയിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവൻ ചുറ്റിക്കാണുന്ന വിപുലമായ ഓരോ യാത്ര. അപ്പോ ആദ്യത്തെ അധ്യായം കേരളത്തിലെ പുതിയ മാറ്റങ്ങൾ അഥവാ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന പ്രാദേശിക മുന്നേറ്റങ്ങൾ. ഈ നമ്പർ നോക്കൂ, 40. ഇത് വെറുമൊരു സംഖ്യയല്ല. നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് ശ്വാസം നേരെ വീണ നമ്പറാണിത്. അതെ, കേരള PSC വഴി സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി ഇപ്പോൾ ഔദ്യോഗികമായി 40 വയസ്സായി ഉയർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ജോലി നേടാൻ വൈകിയവർക്ക് തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ഇതൊരു വലിയ ലൈഫ് ലൈനാണ്. വലിയൊരു ആശ്വാസം തന്നെയാണിത്, അല്ലേ? സർക്കാർ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നിലവിലെ ജീവനക്കാർക്കും വലിയൊരു വാർത്തയുണ്ട്. സംസ്ഥാന സർക്കാർ പുതിയതായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ രൂപീകരിച്ചു കഴിഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സാമ്പത്തിക ഭദ്രതയെയും ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണിത്. വലിയൊരു ഭരണപരമായ മാറ്റം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും കാര്യങ്ങൾ ഉഷാറാണ്. തൊഴിലിടങ്ങളിൽ അപകടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് തൊഴിൽ വകുപ്പ് വിഷൻ 0 എന്നൊരു പദ്ധതി തുടങ്ങി. അതെ, പൂർണ്ണമായും സുരക്ഷിതമായൊരു വ്യവസായ മേഖല. പിന്നെ കിൻഫ്രയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്ന ഗ്ലോബൽ ഗോൾഡ് സിറ്റി, കേരളത്തിന്റെ സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ പോകുന്ന, ഒപ്പം ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന വമ്പനൊരു പ്രോജക്റ്റാണിത്. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അധ്യായം 2, ദേശീയ നേട്ടങ്ങൾ അഥവാ ഇന്ത്യയിലുടനീളമുള്ള നാഴികക്കല്ലുകൾ. ഇവിടെ ഒരു മാന്ത്രിക സംഖ്യയുണ്ട്, 98. ഇന്ത്യയുടെ പാരിസ്ഥിതിക ഭൂപടത്തില് ഇതൊരു വലിയ സുവർണ നേട്ടമാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തെ ആകെ റാംസർ തണ്ണീർത്തട സൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 98ആയി ഉയർന്നിരിക്കുകയാണ്. പ്രകൃതിയുടെ വൃക്കകൾ എന്നാണ് തണ്ണീർത്തടങ്ങളെ നമ്മൾ വിളിക്കുന്നത് തന്നെ. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിലും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിലുമുള്ള വലിയൊരു കുതിപ്പാണ് ഈ നമ്പർ കാണിക്കുന്നത്. അപ്പോ ആ മാന്ത്രിക സംഖ്യയിലേക്ക് നമ്മെ എത്തിച്ച പുതുതായി വന്ന 2 ഇടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതം. രണ്ടാമത്തേത് ഗുജറാത്തിലെ ഛാരി ദണ്ഡ് വെറ്റ്ലാൻഡ് റിസർവ്. ദേശാടന പക്ഷികളുടെയൊക്കെ വലിയൊരു സങ്കേതമാണിത്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും പ്രകൃതി സ്നേഹികളും ഒരുപോലെ നോട്ട് ചെയ്തു വെക്കേണ്ട 2 അതിമനോഹരമായ പാരിസ്ഥിതിക വിസ്മയങ്ങളാണിമ. അതുപോലെ നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2026 ഫെബ്രുവരി 1-ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അവരുടെ 50ാമത് റൈസിംഗ് ഡേ ആഘോഷിച്ചു. അരനൂറ്റാണ്ടായി, അതായത് 50 വർഷമായി നമ്മുടെ അതിർത്തികളും വിശാലമായ സമുദ്രതീരങ്ങളും കാത്തുസൂക്ഷിക്കുന്ന അവരുടെ വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് നൽകുന്ന വലിയൊരു ആദരവ് കൂടിയാണിത്. പ്രതിരോധ മേഖലയിലെ മറ്റൊരു വമ്പൻ വാർത്ത ഇതായിരുന്നു. DRDO നമ്മുടെ അഗ്നി 3 മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് വിജയകരമായി പരീക്ഷിച്ചു. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള മധ്യദൂര മിസൈലാണിത്. ഇന്ത്യയുടെ സൈനിക ശക്തിയും സാങ്കേതികവിദ്യയും എത്രത്തോളം മികവ് പുലർത്തുന്നുണ്ടെന്ന് കാണിക്കുന്ന ഒരു കിടിലൻ നാഴികക്കല്ലുകൂടിയാണിത്. ഇനി പ്രതിരോധത്തിൽ നിന്ന് നേരെ കായിക ലോകത്തിന്റെ ആവേശത്തിലേക്ക് വരാം. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടന്ന ICC പുരുഷ T20 ലോകകപ്പിൽ ഒരു നിർണായക പോരാട്ടം നടന്നു. വളരെ വാശിയേറിയൊരു മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് സെമിഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർക്കിതൊരു ഗംഭീര നിമിഷം തന്നെയായിരുന്നു. ഇനി ഈ വൃത്തം കുറച്ചുകൂടി വലുതാക്കാം. അധ്യായം 3, ആഗോള വാർത്തകൾ. ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന പ്രധാന സംഭവങ്ങൾ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള തികച്ചും വ്യത്യസ്തമായ 3 വാർത്തകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം,
68ാമത് ഗ്രാമി അവാർഡില് ഓഡിയോ ബുക്ക് നറേഷൻ വിഭാഗത്തിൽ നമ്മുടെ ഇന്ത്യൻ പ്രതിഭകൾക്ക് പുരസ്കാരം ലഭിച്ചു. രണ്ടാമത്തെ വാർത്ത ബ്രിട്ടനിൽ നിന്നാണ്. കുപ്രസിദ്ധമായ എപ്സ്റ്റീൻ ഫയലുകളിലെ പരാമർശങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ആൻഡ്രൂ രാജകുമാരൻ അറസ്റ്റിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായൊരു സംഭവമാണിത്. അവസാനമായി ആഫ്രിക്കയിലേക്ക് നോക്കിയാൽ യുഗാണ്ടയിൽ യോവേരി മുസേവിനി തുടർച്ചയായി 6ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ദശാബ്ദങ്ങൾ നീളുന്ന അദ്ദേഹത്തിന്റെ ഭരണം ആഫ്രിക്കൻ രാഷ്ട്രീയത്തിലെ വളരെ ശ്രദ്ധേയമായൊരു ഏട് തന്നെയാണ്. ഇനി നമ്മുടെ അവസാനത്തെ അധ്യായം 4 ഫെബ്രുവരിയിലെ പ്രധാന ദിനങ്ങൾ, അഥവാ അവബോധത്തിന്റെ ഒരു സമയരേഖ. നമുക്ക് കാലണ്ടറിലൂടെ ഒന്ന് പെട്ടെന്ന് സഞ്ചരിക്കാം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഇതിൽ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് എന്നാണ്. ഇത് തീർച്ചയായും ഓർത്തുവെക്കണം കേട്ടോ. പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനവും ഫെബ്രുവരി 10 ലോക പയർവർഗ ദിനവുമാണ്. ആശയവിനിമയത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ച് ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനവും 21 നമ്മൾ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനവും ആഘോഷിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ശാസ്ത്രകുതിപ്പുകളെ ഓർമ്മിക്കാൻ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി നമ്മൾ ആചരിക്കുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ 2026ന്റെ ബാക്കി സമയങ്ങളെ എങ്ങനെ സ്വാധീനിക്കാൻ പോവുകയാണ്? ഒന്നാലോചിച്ചു നോക്കൂ. PSCയിലെ പ്രായപരിധി വർധനവായാലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ മുന്നേറ്റങ്ങളായാലും ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളായാലും ഇതിനൊന്നും ഒരു മാസത്തെ ആയുസ്സല്ല ഉള്ളത്. വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്കുള്ള വിത്തുകളാണിവ. ഈയൊരു ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കേട്ട ഓരോ കാര്യങ്ങളും ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ചിന്തിക്കാൻ ഈ ചോദ്യം നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. വീണ്ടും കാണാം. നന്ദി.